നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ചാമ്പ്യൻസ് ലീഗിലെ ഈ സീസണിലെ മികച്ച താരത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നു. മികച്ച യുവതാരത്തെ, വളർന്നു വരുന്ന താരത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ടീം ഓഫ് ദി സീസൺ പ്രഖ്യാപിച്ചിരിക്കുന്നു. നമുക്ക് ആദ്യം ടീം ഓഫ് ദി സീസണിലേക്ക് പോകാം. ഈ ടീം ഓഫ് ദി സീസണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ബാഴ്സലോണയിൽ നിന്നോ റയൽ മാഡ്രിഡിൽ നിന്നോ ഒന്നും താരങ്ങൾ ആരുമില്ല. ഏറ്റവും അധികം ആധിപത്യം പുലർത്തുന്നത് PSG താരങ്ങൾ തന്നെയാണ്. ആഴ്സണലിൽ നിന്ന് 3 താരങ്ങളുണ്ട്, ബയണിൽ നിന്ന് 2 താരങ്ങളുണ്ട്, അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്ന് 1 താരമാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ ടീം ഓഫ് ദി സീസൺ ഒന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പറായിട്ട് റയ ആണുള്ളത്. ആഴ്സണലിൻ്റെ റയ, അത് അർഹിച്ചൊരു സെലക്ഷനാണ്. ഡിഫൻസിൽ ന്യൂനോ മെൻഡസ്, PSG ന്യൂനോ മെൻഡസ്. ആഴ്സണലിൻ്റെ ഗബ്രിയേൽ, PSG മാർക്കിഞ്ഞോസ്, അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ലൊറൻറ്റെ എന്നിവരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മധ്യനിരയിലേക്ക് വരുമ്പോൾ PSG റൈസ്, അത് ആഴ്സണലിൻ്റെ റൈസ്, PSG വിറ്റീഞ്ഞ. ഇരു പാർശ്വങ്ങളിലായിട്ട് PSG കിച്ച കവാറത്സ്ഖേലിയ, ബയൺ മ്യൂണിക്കിൻ്റെ മൈക്കൽ ഒലീസെ. മുന്നേറ്റങ്ങൾ നയിക്കാൻ ബയണിൻ്റെ ഹാരി കെയ്ന്, PSG ഓസ്മാൻ ഡംബലെ. അപ്പോൾ ഇതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ടീം ഓഫ് ദി സീസൺ. ഏതാണ്ട് ഒരു 4-4-2 ഫോമാറ്റിലുള്ള ഒരു സ്ക്വാഡാണ് എന്ന് പറയാം. ഇനി മികച്ച യുവതാരത്തിന് ഉള്ള പുരസ്കാരം, അതായത് റിവലേഷൻ ഓഫ് ദി സീസൺ എന്ന രൂപത്തിൽ അവാർഡ് കൊടുക്കുന്നത് ആർദ ഗ്യൂളർക്കാണ്, റയൽ മാഡ്രിഡിൻ്റെ ടർക്കിഷ് യുവതാരത്തിന്. മികച്ച താരം, പ്ലെയർ ഓഫ് ദി സീസൺ പുരസ്കാരം ജോർജിയൻ സൂപ്പർ താരം, PSG കിരീട നേട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച കിച്ച കവാറത്സ്ഖേലിയക്കാണ്. അദ്ദേഹം 16 ഗോൾ കോൺട്രിബ്യൂഷൻസാണ് ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗിൽ PSG നേടിയത്. 10 ഗോളുകളും 6 അസിസ്റ്റുകളും, 4 പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരങ്ങൾ നേടിയിരുന്നു. ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടതിന് പിന്നാലെ അദ്ദേഹം ചാമ്പ്യൻസ് ലീഗ് പ്ലെയർ ഓഫ് ദി സീസണായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.